നിങ്ങളുടെ കുടുംബത്തിലെ കല്യാണമല്ലേ, നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി. എന്റെ മാല ഇട്ടാണ്ട് ഞാൻ വരൂല. എനിക്കൊന്നും വേണ്ട ഈ മുക്കിന്റെ മാല. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ ഒരു വീഡിയോ കിട്ടി. സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന അതേ അനുഭവമാണ് ഈ റീൽസിലുള്ളത്. ഭാര്യയുടെ സ്വർണം പണയം വെക്കുന്ന ഒരു ഭർത്താവ്, നിസ്സഹായനായിട്ട് പോകുന്ന ഒരു ഭർത്താവ്. നമ്മുടെയൊക്കെ നിത്യ ലൈഫിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ കാണുന്ന പലരും ഭാര്യയുടെ സ്വർണം പണയം വെച്ച ആളുകളാവും, ഭാര്യയുടെ സ്വർണം വിറ്റിട്ടുണ്ടാവും. അതിന്റെ പേരിൽ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ഒരു കേരളത്തിലെ ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഒരു യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭാര്യയുടെ വീട്ടുകാർ ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്വർണം ഭർത്താവ് പണയം വെച്ചതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടോ ആയിരിക്കും. ഈ റീൽസിന്റെ കുറച്ച് ഭാഗം ഒന്ന് കാണും. ഇതേതാ മാല? അന്റെ മാല എടുത്തോ. തൽക്കാലം നീ ഇതിട്ട്. മാല പണയത്തിന് എടുക്കാൻ പൈസ തരുന്നില്ല. നടക്കൂലേ? ഞാൻ വരുന്നില്ല കല്യാണത്തിന്. തൽക്കാലം ഞാൻ പറയുന്നു കേൾക്കാതെ. എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയിട്ടില്ല, അതുകൊണ്ടല്ലേ. നിങ്ങളുടെ കുടുംബത്തിലെ കല്യാണമല്ലേ, നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി. എന്റെ മാല ഇട്ടാണ്ട് ഞാൻ വരൂല. എനിക്കൊന്നും വേണ്ട ഈ മുക്കിന്റെ മാല. ഇത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സാധാരണ സംഭവിക്കുന്ന ഒന്നാണ്. ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിക്കുന്ന പല സാഹചര്യങ്ങളും ഭാര്യയുടെ സ്വർണം ഒരുപക്ഷെ ഭർത്താവ് ഒന്ന് പണയം വെക്കും. ചിലപ്പോൾ ഭാര്യമാര് ഭയങ്കര വാശിയാണ്. ഞാൻ ഇവിടുന്ന് പ്രസവത്തിനങ്ങോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എൻ്റെ മുഴുവൻ സ്വർണ്ണങ്ങളും എനിക്ക് കിട്ടിയേ തീരും. ഇതിനെ ചൊല്ലിയിട്ട് പലപ്പോഴും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഈ വീഡിയോ കാണുന്ന പല ഭാര്യമാരുടെയും അനുഭവമായിരിക്കും ഭർത്താവ് സ്വർണം എടുത്തുകൊണ്ട് പോയിട്ട് പണയം വെച്ചിട്ടോ വിറ്റിട്ടോ നശിപ്പിച്ച കഥകൾ ഉണ്ടാവും. ഈ വീഡിയോ കാണുന്ന ഭർത്താക്കന്മാർക്കും ഉണ്ടായിരിക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ. എന്തെങ്കിലും ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടോ വൈഫിന്റെ സ്വർണ്ണം ഒന്ന് പണയം വെക്കാൻ എടുത്തതിന്റെ പേരിൽ അയാൾ അനുഭവിക്കാത്ത നാണക്കേടും ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാവില്ല. സ്വന്തം ഭാര്യയുടെ സ്വർണ്ണമല്ലേ അത് പണയം വെക്കാൻ പാടില്ല. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? പരമാവധി ഇനി കല്യാണം കഴിക്കാനുള്ള ആളുകളെങ്കിലും മനസ്സിലാക്കേണ്ട സംഗതി, ഒരു കാരണവശാലും ഭാര്യയുടെ സ്വർണം പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം പരമാവധി ഒഴിവാക്കലാണ് നല്ലത്. ഇനി അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും പെർമിഷനോട് കൂടെ, അതായത് ഭാര്യയുടെയും കൂടിയൊക്കെ പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ട് ആയിരിക്കണം ബിസിനസ്സിലേക്കോ മറ്റോ ഇങ്ങനെ എടുക്കേണ്ടത്. ഇനി ഒരു വീട് വെക്കാനോ ഒരു പറമ്പ് വാങ്ങാനൊക്കെ ആണെങ്കിൽ ഭാര്യ ഒരു മടിയും കൂടാതെ ആ സ്വർണം കൊടുത്ത് രണ്ടുപേരും കൂടി സ്ഥലം വാങ്ങി രണ്ടുപേരുടെയും പേര് രജിസ്റ്റർ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. പലപ്പോഴും സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, ഭാര്യയുടെ പേരുള്ള സ്വർണങ്ങളൊക്കെ വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യും. ഭൂമിയും സ്ഥലമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഭർത്താവിന്റെ പേരിൽ മാത്രമാവും. ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത ഒന്ന്, ഭാര്യയുടെ സ്വർണം ഭാര്യയുടെ മാത്രം അവകാശമാണ് എന്നുള്ളതാണ്. മതപരമായിട്ടും അങ്ങനെയാണ്, ഇന്ത്യൻ നിയമത്തിലും അങ്ങനെയാണ്. ഇതൊക്കെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ചില നിയമങ്ങൾക്കും അപ്പുറമുള്ള സ്നേഹബന്ധങ്ങളാണ്. അതാണ് ഭാര്യയും ഭർത്താവും. അപ്പൊ ഒരു ഭർത്താവ് അങ്ങനെ സ്വർണം പണയം വെക്കേണ്ടി വന്നാൽ അത് മനസ്സിലാക്കുന്ന ഭാര്യ, സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ, പിന്തുണക്കുന്ന ഒരു ഭാര്യ, അതിനനുസരിച്ച് പെരുമാറുന്ന ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്നേഹബന്ധത്തോടെ മുന്നോട്ട് പോവാം. ഇതെവിടെയെന്ന് വെച്ചാൽ, ചില കല്യാണം കണ്ട് കഴിക്കുന്ന പാടന്നെ ഈ ഭാര്യയുടെ സ്വർണം എടുത്ത് വിൽക്കുകയും പണയം വെച്ചിട്ട് ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാന്ന് പറയുന്ന ചില വിരുദ്ധന്മാരുണ്ട്. അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പൊ ഏത് ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യയുടെ ഒരു തരിമ്പ് സ്വർണ്ണമെങ്കിലും പണയം വെക്കാത്തവരുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ പറ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ സ്വർണം എപ്പോഴെങ്കിലും പണയം വെക്കാത്ത? ഞാൻ പണയം വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അതുപോലെ ഭാര്യമാര്, നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങളുടെ സ്വർണം പണയം വെച്ചിട്ടില്ലേ? എൻ്റെ അനുഭവം പറയാം. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ടെക്സ്റ്റൈൽസിന്റെ ഉടമയാണ്. വിവാഹം കഴിക്കുന്ന സമയത്ത് അവൻ വേറൊരു കടയിൽ ടെക്സ്റ്റൈൽസിൽ ജീവനക്കാരൻ മാത്രമായിരുന്നു, ഈ ജെൻസിന്റെ ഷോപ്പിലൊക്കെ. അപ്പൊ അങ്ങനെ കടയിലൊക്കെ നിന്നിട്ട് അവൻക്ക് കടയുടെ ഒരു കട നടത്തേണ്ട ഐഡിയാസ് ഒക്കെ അറിയാം, പക്ഷെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവന്റെ വിവാഹം കഴിഞ്ഞ സമയത്ത് ഭാര്യയുടെ കയ്യിൽ സാധാരണ ഒരു 10-40 പവൻ അങ്ങനെ ഭാര്യയുടെ സ്വർണ്ണമൊക്കെ കിട്ടിയപ്പോൾ ഇവൻക്കൊരാഗ്രഹം. എല്ലാവരും പറഞ്ഞു, കേട്ടോ, അത് എങ്ങനെയും ഭാര്യയുടെ സ്വർണ്ണമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ടെക്സ്റ്റൈൽസ് ഒന്ന് തുടങ്ങ്, നിനക്കാണ് അതിന് ഐഡിയാസ് ഒക്കെ അറിയാലോ. വേറെയും ചില ആളുകൾ പറയും, ഞങ്ങളും പണം ഇറക്കാം, നീയും നിന്റെ ഷെയർ ഇറക്കണം, പിന്നെ നിന്റെ അധ്വാനം, അപ്പൊ നിനക്ക് 2 ഷെയറായി. അങ്ങനെ പലരും ഇവനിങ്ങനെ മുച്ചമ്മ കരുതി. ഇവൻ എന്ത് ചെയ്യൂ, ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, നമുക്കിങ്ങനെ സ്വർണം ഉപയോഗിക്കണം. ഭാര്യ പറഞ്ഞു, വളരെ സന്തോഷം, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഞാൻ എത്ര സ്വർണം വിൽക്കാൻ വേണ്ടി തയ്യാറാണ്. ഈ ഭാര്യ എന്ത് ചെയ്തു, ഭാര്യയുടെ ഉപ്പയോട് വിഷയം പറഞ്ഞു, ഇങ്ങനെ സ്വർണം ചെയ്തു. അപ്പോൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല, അതൊക്കെ കൊടുത്ത് നശിപ്പിക്കൂല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ബിസിനസ്സിലൊക്കെ ബിസിനസ് ഡല്ലായാൽ ആ സ്വർണ്ണം പോകും. അതോടുകൂടിയിട്ട് ഇവള് സ്വർണം തരൂലെന്നായി.
അപ്പോൾ ആദ്യം സ്വർണം കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ ഇവൻ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പലരും ഷെയർ എടുക്കാൻ റെഡിയായി. അങ്ങനെ ഷോപ്പൊക്കെ നോക്കി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കടയാണ് ഇവൻ വാങ്ങാൻ തീരുമാനിച്ചത്. പക്ഷെ ഒടുവിൽ ഈ ഭാര്യയുടെ വീട്ടുകാർ കാല് മാറിയപ്പോൾ ഇവനാകെ നാണക്കേടായി. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളായി. ഒടുവിൽ ഭാര്യ വീട്ടുകാരെ സംബന്ധിച്ചൊരു നിശ്ചിത സ്വർണം തൽക്കാലം എന്ത് ചെയ്യാം, ഇങ്ങനെ പണയം വെക്കാൻ വേണ്ടി തരാം, പക്ഷെ ഇത്ര സമയം കൊണ്ട് എടുത്തു തരണം എന്നുള്ളതായി. അപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്കൊരു 5 വർഷത്തെ സമയം തരണം. ഈ 5 വർഷം കൊണ്ട് ഞാൻ ഇവൾക്ക് ഈ പണയം വെച്ച സ്വർണം തിരിച്ചു കൊടുക്കാന്ന് മാത്രമല്ല, അതിലേറെ പവൻ ഞാൻ മേടിച്ചു കൊടുക്കാം. എനിക്ക് എൻ്റെ ബിസിനസ്സിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ഈ ഭാര്യയുടെ വീട്ടുകാർ പറഞ്ഞു, നീ എക്സ്ട്രാ ഒന്നും എടുത്തു കൊടുക്കണ്ട. പക്ഷെ ഇവൻ്റെ ഉള്ളിൽ ഏറ്റവും സങ്കടം തോന്നിയത് ഇവനൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവൻ്റെ ബിസിനസ്സിൽ വിശ്വാസമില്ല, ഇവന് വിശ്വാസമില്ല, സ്നേഹമില്ല. വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ അങ്ങനെ സ്വർണം ഒരു ഡിമാൻഡും ഇല്ലാതെ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അത് ഈ ഭാര്യയും ഭർത്താവിൽ പല വിള്ളലുകൾ ഉണ്ടാക്കി. ബിസിനസ് തുടങ്ങി 5 വർഷം കൊണ്ട് ഒരു ലാഭവും ഉണ്ടായില്ല, നഷ്ടമേ ഉണ്ടായുള്ളൂ. ആ സ്വർണം പോയി. ആ ഒരു 15 പവനോളം പണയം വെച്ച സ്വർണ്ണങ്ങൾ പോയി. അതാകെ നാശനൂശമായി. ആ കുടുംബം പിന്നീട് തകർച്ചയുടെ വക്കിലായി. ഭാര്യ ഭർത്ത് പ്രശ്നങ്ങളായി. വീണ്ടും ഇയാൾ ബിസിനസ്സിലേക്ക് തന്നെ. അപ്പോൾ ഒരു ബിസിനസ്സിൽ തകർന്നൊരു പാഠം അയാൾക്കുള്ളിലുണ്ട്. അന്ന് ഭാര്യ വീട്ടുകാരും പറഞ്ഞു, ഇപ്പം എന്താ പാട്, ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ സ്വർണം പണയം വെക്കണ്ട, അങ്ങനെ ഇങ്ങനെയാണ്. കാരണം ഒരു വിഷയം വരുമ്പോൾ, നമുക്കൊരു പരാജയം വരുമ്പോൾ കുറ്റപ്പെടുത്താൻ 100 ആളുകൾ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഒരു വിജയത്തിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. ഇവൻ എന്തായാലും പിന്നീട് ഒന്ന് ഗൾഫിൽ പോയി 1.5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ബിസിനസ്സിലേക്ക് തന്നെ തന്നെ. അതായത് സ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ ഉള്ള ഒരു കടയാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് നേരത്തെ ജെൻസിന്റെ ആണെങ്കിൽ ഇപ്പൊ സ്ത്രീകളുടെ. ഭാര്യ പറഞ്ഞു, ഒരു നിലക്കും ഞങ്ങൾ സ്വർണം തരില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഭയങ്കര വാശി. ഇവൻക്കും വാശി. ഇവളുടെ സ്വർണം ഇല്ലാതെ എങ്ങനെ കട തുടങ്ങാം. അങ്ങനെ പെങ്ങന്മാരോട് സംസാരിച്ചു, ഉമ്മയുടെ അനിയത്തിമാരോട് സംസാരിച്ച് അവൻ്റെ കുടുംബത്തിലെ ആളുകളുടെ കയ്യിൽ നിന്നും കുടുംബക്കാരെ കയ്യിൽ നിന്നൊക്കെ സ്വർണം വാങ്ങിയിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് 1-2 വർഷം ആകുമ്പോഴേക്കും ഭയങ്കര ലാഭമായി. ഇവൻ ഇന്ന് 3-4 ടൗണുകളിൽ ഷോപ്പുള്ള ഒരു ടെക്സ്റ്റൈൽസിന്റെ മുതലാളിയാണ്. അപ്പോൾ ലൈഫിൽ എപ്പോഴാണ് രക്ഷപ്പെടാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഭാര്യ വീട്ടുകാരൊക്കെ ഇവനെ ഭയങ്കര ബഹുമാനം. ഇവനക്ക് ഇപ്പോൾ ഒരുപാട് പുച്ഛമേ ഉള്ളൂ. കാരണം നല്ല സമയത്ത് തന്നെ സഹായിക്കാൻ ആരുണ്ടായില്ല, ഭാര്യ വീട്ടുകാരുണ്ടായില്ല. പക്ഷെ ഭാര്യ നിലയ്ക്ക് ഇവനതൊക്കെ ക്ഷമിക്കുന്നു. കാരണം ഭാര്യയുടെ സ്വർണം തന്ന് ആ സ്വർണം കുറെ നശിപ്പിച്ച് ഭാര്യക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർണം മുഴുവനും തിരിച്ചെടുത്ത് കൊടുത്തിട്ടാണ് ഇവൻ മാന്യമായിട്ടാണ് ഭാര്യ മുന്നിൽ പോയി നിന്നത്. അപ്പൊ ഈ സ്വർണം എപ്പോഴെങ്കിലുമൊക്കെ ഭർത്താവ് ഒന്ന് പണയം വെക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ചാടി കളിച്ചിട്ട് ആ ഒരു കുടുംബ ബന്ധം നശിപ്പിക്കേണ്ടവളല്ല ഭാര്യ. ഇതാണ് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, ഭാര്യയുടെ സ്വർണം മാത്രം നോക്കിയിട്ട് ബിസിനസ്സിൽ ഇറക്കാനോ അല്ലെങ്കിൽ ജീവിക്കാനോ ശ്രമിക്കുന്ന ഒരാളാവരുത് ഭർത്താവ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ ആ ഭാര്യ വീട്ടുകാരെ ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. അവർ ചോര നീരാക്കി ഉണ്ടാക്കി കൊടുത്ത സ്വർണ്ണമാണ്. അത് മരുമകനാണെങ്കിലും നശിപ്പിക്കുമ്പോൾ അത് നയിച്ചുണ്ടാക്കി കൊടുത്ത ഒരാളാണെങ്കിലും വേദന ഉണ്ടാവും. ഇപ്പോൾ ഓരോ വിവാഹം കഴിച്ച ആളുകളും ആലോചിച്ച് നോക്ക്. വിവാഹം കഴിച്ചു വരുമ്പോൾ 20 പവൻ, 30 പവൻ, 40 പവൻ, 100 പവൻ, 150 പവൻ, പല പവനും വന്ന ആളുകൾ കല്യാണം കഴിഞ്ഞിട്ടൊരു 5 വർഷം ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ എത്ര പവൻ ബാക്കിയുണ്ട്? നമ്മൾ എടുത്തത് സ്ഥലം വാങ്ങാനാണ്, വീട് വാങ്ങാനാണ് എങ്കിൽ ഓക്കെ, ആ സാധനം അവിടെ ഉണ്ട് വിചാരിക്കുക. അല്ലാതെ നശിപ്പിച്ച ഏത് കുടുംബങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ശരി, ജീവിക്കാൻ വേണ്ടി കുറച്ചൊക്കെ സ്വർണ്ണം എടുത്തിട്ടുണ്ടാവും, കുറച്ചൊക്കെ സ്വർണം അങ്ങനെ നശിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ ജീവിതത്തിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനം സ്വർണമായിട്ട് മാറരുത്. പല പെൺകുട്ടികളുടെയും പിതാക്കന്മാരെ ഏറ്റവും വലിയൊരു ബേജാറ് ഇപ്പൊ മക്കളെ കെട്ടിക്കുമ്പോൾ സ്വർണത്തിന്റെയൊക്കെ ഒരു വില. എൻ്റെ ഒരു മനസ്സിലൊരു കാര്യം ഞാൻ പറയാം. ഞാനൊരു പെൺകുട്ടിയുടെ പിതാവ് നിനക്ക് പറയാണ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ സ്വർണം കൊടുക്കുന്നില്ല. ഈ സ്വർണത്തോടുള്ള താല്പര്യം ഈ ഇന്ത്യയിലെ കേരളത്തിലാണ് കൂടുതൽ. ലോകത്ത് ഏറ്റവും അധികം സ്വർണം വിറ്റഴിക്കപ്പെടുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. അതിൽ പ്രധാനപ്പെട്ടത് കേരളത്തിലാണ്. നമ്മുടെ ചിന്താഗതി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സൊല്യൂഷൻ ഇഷ്ടപ്പെടില്ല എന്ന് അറിഞ്ഞൂടാ. ഏതായാലും ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമുണ്ട്. മക്കൾ ഇതിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്. അതേപോലെ നിങ്ങളുടെ മക്കളും നിങ്ങളും കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളും രക്ഷപ്പെടും. അതായത് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല സംസ്കാരം, നല്ല സ്വഭാവം നമ്മൾ പഠിപ്പിക്കുക. നമ്മൾ ഈ സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ എന്താ പറയുക, കാത് കുത്തിയിട്ട് 40ൻ്റെ അന്ന് മുതൽക്ക് ചെറുപ്പത്തിലെ ഈ സ്വർണ്ണം ഇട്ട് കൊടുക്കുന്ന ശീലങ്ങൾ ഒഴിവാക്കിയിട്ട് ആഭരണങ്ങളില്ലാത്തൊരു ലൈഫിലേക്ക്, കൾച്ചറിലേക്ക് മക്കളെ കൊണ്ടുവരിക, മനഃപൂർവ്വം കൊണ്ടുവരിക. നമ്മൾ സ്വർണ്ണം വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, സ്വർണ്ണ ബിസ്ക്കറ്റുകളായിട്ടോ കോയിനുകളായിട്ടോ നമുക്ക് വേണമെങ്കിൽ ഒരു സ്വത്തായിട്ട് സൂക്ഷിക്കാം. ഞാൻ കഴിക്കണ സമയത്ത് തൻ്റെ മകൾക്ക് ഇത്രയും സ്വർണം കൊടുക്കുന്നത് ആദ്യം വേണ്ട, സ്വർണം കൊടുക്കണ്ട, കയ്യിൽ കാശുള്ളവനും കൊടുക്കണ്ട. പകരം അവരെന്ത് ചെയ്യുക, ഒരു കോയിൻസുകളായിട്ടോ അല്ലെങ്കിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകളായിട്ടോ കൊടുക്കുക, ആഭരണങ്ങളായിട്ട് കൊടുക്കാതിരിക്കുക. ഈ ആഭരണങ്ങൾ എന്നുള്ളൊരു മനോഭാവമാണ് മെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ലാത്തവനക്ക് കൊടുക്കേണ്ടി വരില്ല, ഉള്ളവൻ ഇങ്ങനെ കൊടുക്കുന്നത് ഈ കോയിൻസ് ആയിട്ട് ഇപ്പോൾ ആരും ഇങ്ങനെ കൈ പിടിച്ച് നടക്കൂലല്ലോ, ആഭരണമായിട്ട് ഇടുമ്പോഴാണല്ലോ അനുകരണീയത ഉണ്ടാവുന്നത്. എന്നിട്ട് രണ്ടുപേരും ജോലി ചെയ്ത് കുടുംബം പുലർത്തി ജീവിക്കുക.
മക്കളൊക്കെ ആകുമ്പോൾ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ കാര്യത്തിൽ വലിയൊരു പരിഗണന ഭർത്താവിന് കൊടുക്കണം. കാരണം ഭാര്യയ്ക്ക് ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഭാര്യ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയിരുന്ന ഒരാളാണ്. ആ പരിഗണന തീർച്ചയായിട്ടും ഭർത്താവ് കൈകാര്യം ചെയ്യുക. കാരണം മകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടുകാർ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണ് ഇവൾ കല്യാണം കഴിച്ചിട്ട് പോയിട്ടാണെങ്കിലും അല്ലെങ്കിലും അവളുടെ ജോലി കിട്ടിയിട്ട് അത് വീട്ടണം. ഇതൊന്നും വാപ്പാൻ്റെ റിസ്കിൽ വരരുത്. വാപ്പാൻ്റെ റിസ്കിൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല കൾച്ചർ ഉണ്ടാക്കും. അതിന് കാശ് ചെലവില്ല. നല്ല സ്വഭാവം ഉണ്ടാക്കാൻ പണച്ചെലവില്ല. നമുക്ക് വളരെ ഹൈ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടാൻ ഒരു പക്ഷേ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു നല്ല രീതിയിൽ നമ്മളെ മക്കളെ വളർത്തിയാൽ, ഇവളൊരു കുടുംബത്തിലേക്ക് പോയാൽ അവളുടെ ഏറ്റവും വലിയ സ്ത്രീധനം ഏതാണ്? അവളുടെ സ്വഭാവമാണ്, അവളുടെ കൾച്ചറാണ്. അല്ല, നമ്മുടെ ഒരു കൾച്ചർ ഇല്ലാത്തൊരു പെണ്ണുങ്ങൾ 100-200 പവനായിട്ട് വന്നാലും ആ കുടുംബം തകർത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്ക് പല ഉമ്മമാരും വിളിച്ചു പറയുന്ന സംഗതിയുണ്ട്, 150 പവനായിട്ട് അവൾ കയറി വന്ന് ഈ കുടുംബം കണ്ട് തകർത്തു. എൻ്റെ മകളെ 200 പവനായിട്ട് കെട്ടിച്ചു വിട്ടു. ഒരു അല്പം സുഖവും എന്താ പറയുക സന്തോഷവും കൊടുക്കുക വീട്ടിലില്ല. മനസമാധാനം 200 പവൻ കൊടുത്തിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് മനസമാധാനം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനമുള്ളത്? നമ്മുടെ പെൺകുട്ടികളെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് ചെറുപ്പത്തിലെ സ്വർണം കൊടുക്കാതെ, സ്വർണ്ണമില്ലാത്ത ആഭരണങ്ങളില്ലാത്ത മക്കളായിട്ട് വളർത്തിക്കൊണ്ടുവന്നാൽ അതൊരു വലിയ സൗകര്യമാണ്. അങ്ങനെ സ്വർണം കൊടുക്കാൻ പാകമുള്ള ആളുകൾ പോയിന്റ്സ് ആയിട്ടോ ആണെങ്കിൽ അതവർക്ക് മറ്റു ജീവിതത്തിലേക്ക് മുന്നോട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക്, പെൺകുട്ടികൾ എന്ന നിലയ്ക്ക്, ആൺകുട്ടികൾ എന്ന നിലയ്ക്ക് ഇത് എങ്ങനെയുണ്ട് എൻ്റെ അഭിപ്രായം? ഇങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ നല്ല സന്തോഷം. കാര്യം ഭാര്യയും ഭർത്താവൊക്കെ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണ്, രണ്ടുപേരും അധ്വാനിക്കട്ടെ. കുടുംബം ഭാര്യ വീട്ടുകാരുടെ സ്വർണം കണ്ടിട്ട് ബിസിനസ് ചെയ്യാൻ നിൽക്കണ്ടല്ലോ. ഭാര്യ വീട്ടുകാർ കൊടുക്കണം സ്വർണം നോക്കിയിട്ട് ബിസിനസ്സിലേക്ക് ഇറക്കാം. എന്നിട്ട് ഒരു ബിസിനസ്സുകാരനാവോ പണക്കാരനാവോ രണ്ടുപേരും അധ്വാനിച്ചിട്ട് കുടുംബത്താവുമ്പോൾ നല്ലൊരു സമ്പാദ്യശീലം ഉണ്ടാവും. ഇന്നലത്തെ ചോദ്യത്തിന് എല്ലാവരും ആൻസർ ആയത് സുലൈമാൻ നബി അലൈഹിസ്സലാം എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, സുലൈമാൻ നബി അലൈഹിസ്സലാം നിർമ്മിച്ച ഒരു പള്ളിയുണ്ട്. ആ പള്ളി ബൈത്തുൽ മുഖദ്ദസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഏത് സ്ഥലത്താണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.